Welcome to BSc Main Physics, Digital Electronics and Computer Science paper, Semester 6, Paper 4, Digital Electronics and Computer Science. And today we start the last unit in your syllabus, that is microprocessor. Microprocessor, we call it as MPU, microprocessor unit, or we say MUP, microprocessor, MUP. Unit 4 in the syllabus, Semester 6, Paper 4, മൈക്രോപ്രോസസ്സർ. അപ്പോൾ ഇത് BSc മെയിൻ ഫിസിക്സിൻ്റെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് പേപ്പറിൻ്റെ 4ാമത്തെ യൂണിറ്റാണ്. 4ാമത്തെ യൂണിറ്റിൻ്റെ പേര് ദി മൈക്രോ പ്രോസസ്സർ എന്നാണ്. അപ്പോൾ അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. So first question is the definition. What is a microprocessor? Definition. Microprocessor definition. It is an important part of a computer architecture without which we will not be able to perform anything on our computer. It is a programmable device that takes in input perform some arithmetic and logical operations over it and produce desired output. In simple words, a microprocessor is a digital device on a chip which can fetch instruction from memory, decode and execute them and give results. ഇതാണ് മൈക്രോപ്രോസസറിൻ്റെ ഒരു സിമ്പിൾ ഡെഫിനിഷൻ ആയിട്ട് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഡെഫിനിഷൻ നമ്മുടെ സിലബസ് ഡെഫിനിഷൻ ഉള്ളിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. Microprocessor definition. It is an important part of a computer architecture without which we will not be able to perform anything on a computer. അപ്പോൾ ഇത് ഒരു കമ്പ്യൂട്ടറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടാണ് മൈക്രോപ്രോസസർ. ഇതില്ലാതെ കമ്പ്യൂട്ടറിൽ നമുക്ക് യാതൊരു വർക്കും യാതൊരു പ്രോഗ്രാമും പെർഫോം ചെയ്യാൻ പറ്റത്തില്ല. ഇറ്റ് ഈസ് എ പ്രോഗ്രാമബിൾ ഡിവൈസ്. നമുക്കത് പ്രോഗ്രാം ചെയ്യാവുന്ന ഡിവൈസാണ്. ദാറ്റ് ഇറ്റ് ടേക്സ് ഇൻപുട്ട് അത് ഇൻപുട്ട് എടുക്കും, നമ്മൾ ഇൻപുട്ട് കൊടുത്താൽ അത് സ്വീകരിക്കും. പെർഫോം സം അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് ഓവർ ഇറ്റ് ആൻഡ് പ്രൊഡ്യൂസ് ഡിസൈർ ഔട്ട്പുട്ട്. അപ്പോൾ ചില അരിത്തമെറ്റിക് ലോജിക്കൽ ഓപ്പറേഷൻസ് അത് തനിയെ ചെയ്യും, എന്നിട്ട് റിസൾട്ട് ഔട്ട്പുട്ട് നമുക്ക് തരും. ഇൻ സിമ്പിൾ വേർഡ്സ്, നമ്മൾ ഒന്ന് ചുരുക്കി പറഞ്ഞാൽ, ലളിതമായി പറഞ്ഞാൽ, എ മൈക്രോപ്രോസസർ ഈസ് എ ഡിജിറ്റൽ ഡിവൈസ് ഓൺ എ ചിപ്പ്. ഒരു ചിപ്പിലുള്ള ഡിവൈസാണത്. വിച്ച് ക്യാൻ ഫെച്ച് ഇൻസ്ട്രക്ഷൻ അത് ഫെച്ച് ചെയ്യും. ഫ്രം മെമ്മറി എന്നോ അല്ലെങ്കിൽ ഇൻപുട്ട് ചെയ്ത് കൊടുക്കാം. ഫ്രം മെമ്മറി ആൻഡ് ഡീകോഡ് ആൻഡ് എക്സിക്യൂട്ട് ദം ആൻഡ് ഗീവ് റിസൾട്ട്. ഇപ്പം മെമ്മറിയിൽ നിന്ന് ഇൻഫർമേഷൻ എടുക്കും, എന്നിട്ടത് ഡീകോഡ് ചെയ്യാം, എന്നിട്ട് എക്സിക്യൂട്ട് ചെയ്യാം, എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള റിസൾട്ട് തരാവുന്ന ഡിവൈസ്. അപ്പോൾ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ CPU ഹാർട്ടാണ് മൈക്രോപ്രോസസർ എന്ന് പറയാം. അപ്പോൾ വേറൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, വാട്ട് ഈസ് മൈക്രോ കൺട്രോളർ? അത് നമ്മുടെ സിലബസിൽ പറയുന്നുണ്ട്. ഡെഫിനിഷൻ, മൈക്രോ കൺട്രോളറിൻ്റെ ഡെഫിനിഷൻ പഠിക്കാനായിട്ട്. ഇപ്പോൾ മൈക്രോ പ്രോസസറും മൈക്രോ കൺട്രോളറുമായിട്ട് ചെറിയൊരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം നമുക്കിത് വായിക്കുമ്പോൾ മനസ്സിലാകും. Micro controller. So we have seen microprocessor. Now we see what is microcontroller. A microcontroller is a small and low-cost microcomputer which is designed to perform the specific tasks of embedded systems like displaying microwaves information, receiving remote signals, etc. A microcontroller is a small and low-cost microcomputer. ഒരു മൈക്രോ കമ്പ്യൂട്ടർ തന്നെയാണ് ഒരു മൈക്രോ കൺട്രോളർ എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് ഡിസൈൻ ടു പെർഫോം സ്പെസിഫിക് ടാസ്ക്. ചില പ്രത്യേകതരം ടാസ്ക് ജോലികൾ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നത്. അത് ഈ സിസ്റ്റത്തിനകത്ത് തന്നെ എംബഡ് ചെയ്യും. ഇപ്പോൾ നമ്മുടെ വാഷിംഗ് മെഷീനൊക്കെ പെർഫോം ചെയ്യുന്നത് ഇത്തരം മൈക്രോ കൺട്രോളർ വെച്ചിട്ടാണ്. ലൈക്ക് ഡിസ്പ്ലേയിങ് മൈക്രോവേവ് ഡിസ്പ്ലേ ചെയ്യും, ഇൻഫർമേഷൻ, റിസീവിങ് റിമോട്ട് സിഗ്നൽ സ്വീകരിക്കും, എന്നിട്ട് വർക്ക് അത് പെർഫോം ചെയ്യും. ഇപ്പോൾ നമ്മൾ TV-യിലൊക്കെ ഒരു ചെറിയൊരു മൈക്രോ കൺട്രോളർ ഉണ്ട്. അത് വെച്ചിട്ടാണ് അതിൻ്റെ റിമോട്ട് വെച്ച് നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അല്ലാതെ TV-യുടെ അകത്ത് വാഷിംഗ് മെഷീനകത്തൊക്കെ നമ്മൾ മൈക്രോ പ്രോസസ്സറാണ് ഉപയോഗിക്കുന്നത്, മൈക്രോ കൺട്രോളറാണ്.
ഇത് ജനറൽ മൈക്രോ കൺട്രോൾ കൺസിസ്റ്റ് ഓഫ് ദി പ്രോസസ്സർ, ദ മെമ്മറി, റാം, റോം, EEPROM, സീരിയൽ പോർട്സ്, പെരിഫറൽസ്, ടൈമേഴ്സ്, കൗണ്ടേഴ്സ് എക്സെട്ര. അപ്പോൾ ഇത്രയും സാധനമാണ് ഒരു മൈക്രോ കൺട്രോളറിൽ പൊതുവെ കാണുക. ദി ജനറൽ മൈക്രോ കൺട്രോൾ കൺസിസ്റ്റ് ഓഫ് ദി പ്രോസസ്സർ, ദ മെമ്മറി includes RAM, ROM, EEPROM, etc. Then there is serial ports, peripherals, timers, counters, etc. അപ്പോൾ ഇത്രയും സാധനങ്ങൾ മൈക്രോ കൺട്രോളറിലേക്കാണ്. മൈക്രോ കൺട്രോളറിൽ നിന്ന് ഡിഫറൻ്റ് ആണ് മൈക്രോ പ്രോസസ്സർ. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്ന ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിട്ട് പറയാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. അപ്പോൾ നമ്മൾ എന്താണ് മൈക്രോ പ്രോസസ്സർ എന്ന് പറഞ്ഞു, എന്താണ് മൈക്രോ കൺട്രോളർ എന്ന് പറഞ്ഞു. അവ തമ്മിൽ ഒരു പ്രകടമായ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ മൈക്രോ പ്രോസസ്സർ ആൻഡ് മൈക്രോ കൺട്രോളർ, ഓർ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ മൈക്രോ പ്രോസസ്സർ ആൻഡ് മൈക്രോ കൺട്രോളർ. രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ് എന്ന് പറയുക. The following table highlights the differences between a microprocessor and a microcontroller. ഒരു മൈക്രോ പ്രോസസ്സറും മൈക്രോ കൺട്രോളറും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഇനി പറയുന്നവയാണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ നമ്മളൊരു കോളം വൈസായിട്ട് കൊടുക്കുകയാണ്. ഫസ്റ്റ് കോളത്തിൽ നമ്മൾ രണ്ടാമത് പറഞ്ഞ മൈക്രോ കൺട്രോളറും സെക്കൻഡ് കോളത്തിൽ മൈക്രോ പ്രോസസ്സറാണ് പറയുന്നത്. ആദ്യം പറഞ്ഞ ഡെഫിനിഷൻ. Micro controllers are used to execute a single task within an application. ഒരു ആപ്ലിക്കേഷനകത്ത് ഒരു പ്രത്യേക ടാസ്ക് ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതാണ്. മൈക്രോ പ്രോസസ്സേഴ്സ് ആർ യൂസ്ഡ് ഫോർ ബിഗ് ആപ്ലിക്കേഷൻസ്. വലിയ ആപ്ലിക്കേഷൻസിന് വേണ്ടിയാണ് മൈക്രോ പ്രോസസ്സർ ഉപയോഗിക്കുന്നത്. നമ്പർ 2, ഈസ് ഡിസൈനിങ് ആൻഡ് ഹാർഡ്വെയർ കോസ്റ്റ് ഈസ് ലോ. മൈക്രോ കൺട്രോളറിൻ്റെ ഡിസൈനും അതിൻ്റെ ഹാർഡ്വെയറിന് ചിലവാക്കുന്ന തുകയും കുറവാണ്. ഡിസൈൻ ഈസിയാണ്. ഈസ് ഡിസൈനിങ് ആൻഡ് ഹാർഡ്വെയർ കോസ്റ്റ് ഈസ് ഹൈ. ഡിസൈനിങ് ഹാർഡ്വെയർ കോസ്റ്റും മൈക്രോ പ്രോസസ്സറിന് കൂടുതലാണ്. അടുത്ത ഈസി ടു റീപ്ലേസ്. ഒരു മൈക്രോ കൺട്രോളർ നമുക്ക് ഈസി ടു റീപ്ലേസ് ആണ്, അത് മാറ്റി വെക്കുന്നതിന് എളുപ്പമാണ്. നോട്ട് ഈസി ടു റീപ്ലേസ്. അടുത്തത് മൈക്രോ പ്രോസസ്സർ അങ്ങനെ അത്ര ഈസി ആയിട്ട് നമുക്ക് മാറ്റി വെക്കാൻ പറ്റുന്നതല്ല. നെക്സ്റ്റ് ഡിഫറൻസ്, മൈക്രോ കൺട്രോളർ ഇറ്റ് ഈസ് ബിൽറ്റ് വിത്ത് CMOS ടെക്നോളജി. നമ്മൾ മോസ്ഫെറ്റ് പഠിച്ചുള്ളതാണ്. PMOS ഒക്കെ പഠിച്ചുള്ളതാണ്. കോംപ്ലിമെൻ്ററി മെറ്റൽ ഓക്സൈഡ് സെമികണ്ടക്ടർ മോസ്ഫെറ്റ് എന്ന് പറയും. It is built with CMOS technology which requires less power to operate. അപ്പോൾ PMOS, NMOS, CMOS ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ആ CMOS ടെക്നോളജിയിലാണ് ഈ മൈക്രോ കൺട്രോളർ വർക്ക് ചെയ്യുന്നത്. CMOS ടെക്നോളജി. ഇവിടെ മൈക്രോ പ്രോസസ്സർ എങ്ങനെയാണ്? ഇറ്റ്സ് പവർ കൺസപ്ഷൻ ഇസ് ഹൈ. പവർ കൂടുതൽ വേണം. ബിക്കോസ് ഇറ്റ് ഹാസ് ടു കൺട്രോൾ ദ എൻറ്റയർ സിസ്റ്റം. കംപ്ലീറ്റ് കമ്പ്യൂട്ടർ സംവിധാനത്തെ കൺട്രോൾ ചെയ്യേണ്ടത് ഉള്ളത് കൊണ്ട് ഈ മൈക്രോ പ്രോസസ്സറിന് പവർ കൺസപ്ഷൻ കൂടുതലാണ്. അടുത്തത് മൈക്രോ കൺട്രോളർ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് CPU, RAM, ROM, ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്സ്. മൈക്രോ കൺട്രോളിൽ ഇത്രയും ഭാഗങ്ങളുണ്ട്. CPU ഉണ്ട്, RAM ഉണ്ട്, ROM ഉണ്ട്, ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടുകളുണ്ട്. ഇറ്റ് ഡസൻറ്റ് കൺസിസ്റ്റ് ഓഫ് RAM, ROM, ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്സ്. ഇറ്റ് സ്പിൻസ് ടു ഇൻ്റർഫേസ് ടു പെരിഫറൽ ഡിവൈസസ്. ഇപ്പോൾ ബാഹ്യ ഡിവൈസുമായിട്ട് ബാഹ്യ ഡിവൈസുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള സംവിധാനം ഇതിനകത്തുള്ളത്. അതിൻ്റേതായ റാമും റോമൊന്നും ഇല്ല, മറിച്ചുള്ളത് പിൻസാണ്. ഈ പിൻസാണ് ഈ പെരിഫറൽ ഇൻ്റർഫേസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. അപ്പം അത്രയാണ് ഒരു രണ്ട് ഡെഫിനിഷനും ഒരു കമ്പാരിസണും. അത് ഇങ്ങനൊരു ക്വസ്റ്റ്യൻസാണ് ചോദിക്കാൻ. ഇങ്ങനത്തെ ക്വസ്റ്റ്യനായിരുന്നു പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണ്. ക്വസ്റ്റ്യൻസ്. നമ്പർ 1, ഡിഫൈൻ എ മൈക്രോ പ്രോസസ്സർ. നമ്മൾ ആദ്യം പറഞ്ഞ പാരഗ്രാഫാണ്, ആദ്യ സ്ലൈഡിനകത്തുള്ളതാണ്.
ക്വസ്റ്റ്യൻ നമ്പർ 2, വാട്ട് ഈസ് എ മൈക്രോ കൺട്രോളർ? ഡിഫൈൻ ഇറ്റ്. രണ്ടാമത്തെ ഡെഫിനിഷനാണ്. മൂന്നാമത് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ മൈക്രോ പ്രോസസ്സർ ആൻഡ് മൈക്രോ കൺട്രോളർ. അത് നമ്മൾ അവസാനം പറഞ്ഞ ക്വസ്റ്റ്യനാണ്. അപ്പോൾ 3 ക്വസ്റ്റ്യൻ്റെ ഉത്തരമാണ് ഈ ചെറിയ ഒരു എപ്പിസോഡിൽ, ഈ ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെ എസ്എ ക്വസ്റ്റ്യൻ പഠിക്കും. കാരണം ഇതിൻ്റെ പിൻ ഡയഗ്രാം ഒരു 40 പിൻ 8 ബിറ്റ് ഒരു 40 പിൻ ഡിവൈസാണ്. 40 പിന്നുള്ള ഒരു ഡിവൈസാണ് 8085. അപ്പോൾ 8085 എന്ന് പറയുന്ന മൈക്രോ പ്രോസസ്സർ ഒരു എസ്എ ടൈപ്പ് ക്വസ്റ്റ്യനാണ്. അതിൻ്റെ പിൻ ഡയഗ്രാം വെച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. അപ്പോൾ ഇത് ഒരു ചെറിയ ക്ലാസ്സായിട്ട് കരുതുക. നമ്മൾ തുടക്കമാണ് ഈ ചാപ്റ്ററിൻ്റെ. അടുത്ത ക്ലാസ്സിൽ ഇൻറ്റൽ 8085 പറയുന്നതായിരിക്കും. താങ്ക് യു.